സോഷ്യൽ മീഡിയയിൽ മൊത്തം അണ്ണന്റെ ട്രോൾസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി. ഞാൻ ഒരുപാട് ഇന്റർവ്യൂ കൊടുത്തില്ല കഴിഞ്ഞ 2 വർഷം. പക്ഷെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന ഇന്റർവ്യൂ ആദ്യമായിട്ടാണ്. തളരരുത് രാമൻകുട്ടി, തളരരുത്. പുച്ഛമുണ്ട് അവർക്ക് ചില കാര്യങ്ങളോട്. സാരില്ലടാ, കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. കാണുന്ന പെൺകുട്ടികളോടൊക്കെ ക്രഷ് തോന്നുന്നുണ്ടെന്നൊരു ശീലായിപ്പോയി, മാറ്റിക്കോളാം. ഒരാൾ ഇഷ്ടപ്പെടുന്നു, ഇഷ്ടമാണ് പറഞ്ഞു, ഫ്രാങ്ക് ആയിട്ട് പറയുന്നു. പലരും മനസ്സിൽ വെച്ചിട്ട് കാര്യം തുറന്നു പറഞ്ഞു. ഇത്രേ ചെയ്തുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. ന്യൂ ജന്മൊന്നല്ല, നമുക്ക് 6 പാക്ക് ബോഡി അങ്ങനൊന്നുമില്ല. സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. നമുക്ക് വലിയ ഗ്ലാമർ അങ്ങനൊന്നുമില്ല. എനിക്ക് കളറില്ല, ഗ്ലാമർ ഇല്ല, കാശില്ല, ഒന്നുമില്ല. നമുക്ക് നല്ല മനസ്സുണ്ട് സ്നേഹിക്കാൻ. ആ ഒരു കുറവേ പാപ്പിച്ചായനുള്ളൂ. ചിന്തിക്കാൻ ബ്രെയിൻ ഉണ്ട്. ഇവന്റെ നഖത്തിന്റെ തുമ്പത്ത് വരെ കാഞ്ഞ ബുദ്ധിയാ. പിന്നെ ഇപ്പൊ 37 years ആയി, മുടി നനയ്ക്കാൻ തുടങ്ങി. നമുക്ക് പറഞ്ഞിട്ട് പണിയല്ല. എന്റെ പൊന്നുമായിട്ട് അവരൊക്കെ അറിയിക്കണം. കേരളത്തിലെ കുഴപ്പമാണ്. ഈ അമേരിക്കയിലാണെങ്കിൽ ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? ഇവിടെ അടുത്ത ഒരു പെൺകുട്ടി കഴിഞ്ഞു, അടുത്ത പെൺകുട്ടി കഴിഞ്ഞു, പിന്നെ പെൺകുട്ടിയാണ്. അതൊരു കലയാണ്. ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടല്ലാത്തോണ്ട് ഞമ്മക്ക് ഗപ്പൊന്നും കിട്ടിയില്ല എന്ന് മാത്രം. സീരിയസ് ആയിരുന്നത് നിത്യമേനോനും ഇത് കുറച്ച് സീരിയസ് ആയിരുന്നു. പിന്നെ മഞ്ജു വാര്യർ കുറച്ച് സീരിയസ് ആയിരുന്നു. ലോകത്തുള്ള സകല പെമ്പിളേരോട് എനിക്ക് ദൂരമാണോ തെണ്ടി. പിന്നെ സിനിമ അടിമാറ് മാത്രമല്ല കഷ്ടം. എനിക്ക് പഠിക്കുന്ന കാലത്തല്ല പലരും പറഞ്ഞിട്ടുണ്ട്. ഇവൻ പ്രേമരോഗിയാണ്. 6ാം ക്ലാസ്സിൽ തുടങ്ങിയ അംഗമാണ്. പെണ്ണ് കിട്ടാത്തതിന്റെ വിഷമം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമവും ഇല്ല.